അനുബന്ധ വീഡിയോകൾ ലഭിക്കുന്നതിനായി കേരള PSC എക്സാം പോർട്ടൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടന്റെ സമീപത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കേരള PSC എക്സാം പോർട്ടലിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. The structural and functional unit of all organisms. എല്ലാ ജീവജാലങ്ങളുടെയും ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം സെൽ. സെൽ അഥവാ കോശമാണ് എല്ലാ ജീവജാലങ്ങളുടെയും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. The structural and functional unit of all organisms are called cells. The branch that deals with the study of cells. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി അഥവാ സെൽ ബയോളജി. സൈറ്റോളജി അഥവാ സെൽ ബയോളജി ആണ് കോശങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. Cytology or cell biology is the study of cells. The cell was first discovered by കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹൂക്ക്. റോബർട്ട് ഹൂക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി മൈക്രോസ്കോപ്പിലൂടെ കോശത്തെ നിരീക്ഷിച്ചത്. Cell was first discovered by Robert Hooke. The cell was discovered by Robert Hooke in 1665. 1665 റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയത്. ഫാദർ ഓഫ് സൈറ്റോളജി റോബർട്ട് ഹുക്ക്. സെൽസിനെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സെൽ ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് സൈറ്റോളജി എന്നറിയപ്പെടുന്നതും റോബർട്ട് ഹുക്ക് ആണ്. The scientist who discovered that the body of plant is made up of cells. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ MJ Schleiden. MJ Schleiden ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത്. MJ Schleiden discovered that the body of plant is made up of cells. The scientist who discovered that the body of animal is made up of cells. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ. തിയോഡർ ഷ്വാൻ ആണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത്. തിയോഡർ ഷ്വാൻ discovered that the body of animal is made up of cells. ശ്രദ്ധിക്കുക, പ്ലാന്റ് ബോഡി കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് MJ Schleiden. അനിമൽ ബോഡി കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ Schleiden ആൻഡ് തിയോഡർ ഷ്വാൻ. MJ Schleidenനും തിയോഡർ ഷ്വാനും ചേർന്നാണ് സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. The scientist who proposed that new cells are derived from pre-existing cells by division. നിലവിലുള്ള കോശങ്ങളുടെ വിഭജനത്തിലൂടെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ ആണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. Rudolf Virchow proposed that new cells are derived from pre-existing cells by division. The smallest living cell. ഏറ്റവും ചെറിയ ജീവകോശമാണ് മൈക്കോപ്ലാസ്മ. ലോകത്തിലെ
ഏറ്റവും ചെറിയ ജീവകോശമാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ PPLO എന്നും അറിയപ്പെടാറുണ്ട്. PPLO സ്റ്റാൻഡ്സ് ഫോർ പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്നാണ് PPLOയുടെ പൂർണ്ണരൂപം. സ്മോളസ്റ്റ് ലിവിംഗ് സെല്ലാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ PPLO എന്നും അറിയപ്പെടാറുണ്ട്. PPLOയുടെ പൂർണ്ണരൂപമാണ് പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ദ ലാർജസ്റ്റ് സെൽ, ഏറ്റവും വലിയ കോശം. എഗ് ഓഫ് ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശം. ശ്രദ്ധിക്കുക, സ്മോളസ്റ്റ് സെൽ മൈക്കോപ്ലാസ്മ, ലാർജസ്റ്റ് സെൽ എഗ് ഓഫ് ഓസ്ട്രിച്ച്. ദ ലാർജസ്റ്റ് സെൽ ഇൻ ദ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. ഓവം, ഓവമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. The smallest cell in the human body, sperm, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് sperm. The longest cell in the human body, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ന്യൂറോൺ. ശ്രദ്ധിക്കുക, മനുഷ്യ ശരീരത്തിലെ സ്മോളസ്റ്റ് സെൽ സ്പേം അഥവാ ബീജം, ലാർജസ്റ്റ് സെൽ ഓവം അഥവാ അണ്ഡം, ലോങ്ങസ്റ്റ് സെൽ ന്യൂറോൺ അഥവാ നാഡീകോശം. The center or brain of a cell, ഒരു കോശത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ തലച്ചോറ് എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് is the center of a cell. Nucleus is also known as brain of a cell. Center of a cell nucleus, brain of a cell nucleus. The part of cell which plays a major role in regulating various activities in the cell. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് റെഗുലേറ്റ്സ് വേരിയസ് ആക്ടിവിറ്റീസ് ഇൻസൈഡ് ദ സെൽ. ഒരു കോശത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. Who discovered center of the cell and named it the nucleus? കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തി അതിന് ന്യൂക്ലിയസ് എന്ന പേര് നൽകിയ സയന്റിസ്റ്റ് റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. കോശത്തിന്റെ കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന പേര് നൽകിയതും റോബർട്ട് ബ്രൗൺ ആണ്. Robert Brown discovered the center of the cell and named it the nucleus. The cells without nucleus, nucleus ഇല്ലാത്ത കോശങ്ങളാണ് prokaryotic cells. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് prokaryotic cells. The cells with a well-defined nucleus, വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളാണ് യൂകാരിയോട്ടിക് സെൽസ്. The outermost layer of an animal cell, സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ. ജന്തുകോശത്തിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന മെംബ്രെയിനാണ് സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം. സെൽ മെംബ്രെയിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്നും അറിയപ്പെടാറുണ്ട്. Outermost layer of an animal cell, cell membrane. The cell organelles that found only in animal cells, ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സെൽ ഓർഗനൽസ് സെൻട്രോസോം ആൻഡ് ലൈസോസോം. സെൻട്രോസോമും ലൈസോസോമും ജന്തുകോശങ്ങളിൽ മാത്രമാണ് കാണാൻ സാധിക്കുക.
The outermost layer of a plant cell. ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ലെയർ. സെൽ വാൾ അഥവാ കോശഭിത്തി. പ്ലാന്റ് സെല്ലിന്റെ ഏറ്റവും പുറമേയുള്ള ലെയറാണ് സെൽ വാൾ. ശ്രദ്ധിക്കുക, അനിമൽ സെല്ലിന്റെ ഏറ്റവും പുറമേയുള്ള ലെയർ സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാന്റ് സെല്ലിന്റെ ഔട്ടർമോസ്റ്റ് ലെയറാണ് സെൽ വാൾ. The cell wall of a plant cell is made up of. ഒരു സസ്യകോശത്തിന്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. The cell wall of a plant cell is made up of cellulose. Bacterial cell walls are made up of peptidoglycan. ബാക്ടീരിയകളുടെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. ശ്രദ്ധിക്കുക, സെല്ലുലോസ് കൊണ്ടാണ് പ്ലാന്റ് സെല്ലിന്റെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ടീരിയൽ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ്. ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം ഈസ് കൺസിഡേർഡ് ആസ് ദ ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ്. Protoplasm is called the physical basis of life by. പ്രോട്ടോപ്ലാസത്തെ ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്ന് വിശേഷിപ്പിച്ചത് TH ഹക്സ്ലി. TH ഹക്സ്ലി എന്ന വ്യക്തിയാണ് പ്രോട്ടോപ്ലാസത്തെ ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്ന് വിശേഷിപ്പിച്ചത്. പ്രോട്ടോപ്ലാസം കൺസിസ്റ്റ്സ് ഓഫ് സൈറ്റോപ്ലാസം, ന്യൂക്ലിയോപ്ലാസം ആൻഡ് അതർ സെൽ ഓർഗനൽസ്. ഒരു സെൽ മെംബ്രെയിനുള്ളിൽ വരുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അതുകൊണ്ട് തന്നെ സെല്ലിനുള്ളിലുള്ള സൈറ്റോപ്ലാസം, ന്യൂക്ലിയോപ്ലാസം, മറ്റെല്ലാ സെൽ ഓർഗനൽസും പ്രോട്ടോപ്ലാസത്തിൽ ഉൾപ്പെടുന്നു. The part of cell which helps in the production and storage of energy. കോശത്തിലെ ഏത് ഭാഗമാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്നത്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. എനർജിയുടെ പ്രൊഡക്ഷനും സ്റ്റോറേജിനും സഹായിക്കുന്ന സെല്ലിലെ ഭാഗമാണ് മൈറ്റോകോൺട്രിയ. പവർ ഹൗസ് ഓഫ് ദ സെൽ. മൈറ്റോകോൺട്രിയ. സെല്ലിന്റെ പവർ ഹൗസ് എന്നാണ് മൈറ്റോകോൺട്രിയയെ വിളിക്കുന്നത്. ഇൻ മൈറ്റോകോൺട്രിയ എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ്. മൈറ്റോകോൺട്രിയയിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഏത് രൂപത്തിലാണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATP എന്ന് ചുരുക്കി എഴുതുന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് രൂപത്തിലാണ് മൈറ്റോകോൺട്രിയയിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. വിച്ച് ഈസ് നോൺ ആസ് ദ എനർജി കറൻസി ഓഫ് ദ സെൽ. സെല്ലിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ശ്രദ്ധിക്കുക, എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് മൈറ്റോകോൺട്രിയ. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയയെ സെല്ലിന്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്. മൈറ്റോകോൺട്രിയയിൽ ATP അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന രൂപത്തിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിനെയാണ് സെല്ലിന്റെ എനർജി കറൻസി എന്ന് വിളിക്കുന്നത്. സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ സെൽസ്. കോശങ്ങളിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്നത് റൈബോസോം. കോശങ്ങളിൽ പ്രോട്ടീൻ സിന്തസിസ് അഥവാ മാംസ്യ സംശ്ലേഷണം നടക്കുന്നത് റൈബോസോമിൽ വെച്ചാണ്. The part of cell which collects cell secretions. ഹോർമോൺസ്, എൻസൈംസ് പോലുള്ള സെൽ സെക്രീഷൻസിനെ കളക്ട് ചെയ്യുന്ന
ഭാഗമാണ് ഗോൾഗി കോംപ്ലക്സ് അഥവാ ഗോൾഗി ബോഡീസ്. ഗോൾഗി കോംപ്ലക്സ് അഥവാ ഗോൾഗി ബോഡീസിന്റെ ധർമ്മം എൻസൈംസ്, ഹോർമോൺസ് ഇതുപോലുള്ള സെൽ സെക്രീഷൻസിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗോൾഗി കോംപ്ലക്സ് ഗോൾഗി അപ്പാരറ്റസ് എന്നും അറിയപ്പെടാറുണ്ട്. ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ. സെല്ലിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. ശ്രദ്ധിക്കുക, സെൽ സെക്രീഷൻസിനെ കളക്ട് ചെയ്യുന്ന പാർട്ടാണ് ഗോൾഗി കോംപ്ലക്സ്. ഗോൾഗി കോംപ്ലക്സ് ആണ് സെല്ലിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത്. ദ പാർട്ട് ഓഫ് സെൽ വിച്ച് ഈസ് നോൺ ആസ് സൈറ്റോസ്കെലിറ്റൻ. സൈറ്റോസ്കെലിറ്റൻ എന്നറിയപ്പെടുന്ന കോശത്തിലെ ഭാഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അന്തർദ്രവ്യജാലിക എന്നറിയപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശാസ്ഥികൂടം അഥവാ സൈറ്റോസ്കെലിറ്റൻ എന്നറിയപ്പെടുന്നത്. ദ പാർട്ട് ഓഫ് സെൽ വിച്ച് ഈസ് നോൺ ആസ് സൂയിസൈഡൽ ബാഗ്സ്. സൂയിസൈഡൽ ബാഗ്സ് അഥവാ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന കോശത്തിലെ ഭാഗം ലൈസോസോം. കോശത്തിൽ സൂയിസൈഡൽ ബാഗ്സ് അഥവാ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോം. ശ്രദ്ധിക്കുക, സൈറ്റോസ്കെലിറ്റൻ അഥവാ സ്കെലിറ്റൽ സിസ്റ്റം ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യജാലിക. സൂയിസൈഡൽ ബാഗ്സ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് ലൈസോസോം. The thread-like structure present in the nucleus of a cell. ഒരു കോശത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ത്രെഡ്-ലൈക്ക് സ്ട്രക്ചർ ആണ് ക്രോമസോംസ്. ക്രോമസോംസ് കാണപ്പെടുന്നത് കോശത്തിലെ ന്യൂക്ലിയസിലാണ്. ക്രോമസോംസ് ആർ thread-like structures present inside the nucleus of a cell. Chromosomes are mainly composed of. ക്രോമസോമുകൾ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് DNA ആൻഡ് പ്രോട്ടീൻസ്. പ്രധാനമായും DNA-യും പ്രോട്ടീനും കൊണ്ടാണ് ക്രോമസോമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. Chromosomes are mainly composed of DNA and proteins. The genetic material of a cell. കോശത്തിലെ ജനറ്റിക് മെറ്റീരിയൽ ആണ് DNA. DNA-യുടെ പൂർണ്ണരൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് സെല്ലിലെ ജനറ്റിക് മെറ്റീരിയൽ. ക്ലാസുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ക്ലാസുകൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക.